ബഹിരാകാശ യാത്രയുടെ ഭാവി മാറ്റിമറിക്കാൻ ലോകം ഒരുങ്ങുകയാണ്. വിക്ഷേപണ ചെലവ് കുറയ്ക്കുന്നതിനായി പുനരുപയോഗിക്കാവുന്ന റോക്കറ്റ് സാങ്കേതികവിദ്യയുടെ വികസനത്തിൽ ആഗോള മത്സരം ശക്തമാകുന്നു. ഫാൽക്കൺ 9 മുതൽ സ്റ്റാർഷിപ്പ് വരെ സ്പേസ് എക്സ് നടത്തുന്ന പരീക്ഷണങ്ങൾ ബഹിരാകാശ ദൗത്യങ്ങളുടെ പുതിയ അധ്യായത്തിന് തുടക്കം ഇടുകയാണ്. എന്താണ് ഈ പുനരുപയോഗിക്കാവുന്ന റോക്കറ്റ് സാങ്കേതിക വിദ്യയുടെ പ്രത്യേകത? സ്പേസ് എക്സ് എങ്ങനെ വിക്ഷേപണ രംഗത്ത് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു? ഭാവിയിലെ ബഹിരാകാശ യാത്രകളെ ഇത് എങ്ങനെ സ്വാധീനിക്കും? നോക്കാം വിശദമായി. ഞാൻ അഞ്ജിത. ബഹിരാകാശ ഏജൻസികളും സ്ഥാപനങ്ങളും ബഹിരാകാശത്തേക്കുള്ള യാത്രയ്ക്ക് ചെലവ് കുറയ്ക്കുന്നതിനായുള്ള പരിശ്രമത്തിലാണ്. അതിനായുള്ള പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ സംവിധാനങ്ങൾ വികസിപ്പിക്കാനുള്ള മത്സരം ലോകമെമ്പാടും ചൂട് പിടിക്കുകയാണ്. ഫാൽക്കൺ 9 ബൂസ്റ്ററുകളുടെ വീണ്ടെടുക്കലും പുനരുപയോഗവും ഉപയോഗിച്ച് സ്പേസ് എക്സ് വിക്ഷേപണ പ്രക്രിയയിൽ വിപ്ലവം സൃഷ്ടിച്ചു. കൂടാതെ സ്റ്റാർഷിപ്പ് ബൂസ്റ്ററും മുകളിലെ ഘട്ടവും പൂർണ്ണമായും പുനരുപയോഗിക്കാവുന്നതാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. സ്പേസ് എക്സ് പ്രദർശിപ്പിച്ച ചോപ്സ്റ്റിക്സ് ടവർ ക്യാച്ച് തന്ത്രം വിക്ഷേപണ ടവർ ഉപയോഗിച്ച് മടങ്ങിവരുന്ന സൂപ്പർ ഹെവി ബൂസ്റ്ററിനെ വിന്യസിക്കാവുന്ന കാലുകളിൽ ലാൻഡ് ചെയ്യുന്നതിന് പകരം പിടിച്ചെടുക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. തുടർച്ചയായ വിക്ഷേപണങ്ങൾക്കിടയിലുള്ള പൂർത്തിയാക്കേണ്ട സമയം ഗണ്യമായി കുറയ്ക്കുക എന്നതാണ് ഈ സാങ്കേതികതയുടെ ലക്ഷ്യം. ബഹിരാകാശ പരിവേഷണ മേഖലയിലെ മറ്റ് മുൻനിര രാജ്യങ്ങളും സമാനമായ ലക്ഷ്യങ്ങൾ വെച്ചിട്ടുണ്ട്. അമേരിക്കൻ ബഹിരാകാശ പര്യവേഷണ കമ്പനിയായ ബ്ലൂ ഒറിജിൻ പതിവായി പുതിയ ഷെപ്പേർഡ് വിക്ഷേപണ വാഹനം പുനരുപയോഗത്തിനായി ഉപയോഗിക്കുന്നു. അതേസമയം ചൈന സർക്കാർ നടത്തുന്ന പദ്ധതികളിലൂടെയും സ്വകാര്യ സംരംഭങ്ങളിലൂടെയും പുനരുപയോഗിക്കാവുന്ന റോക്കറ്റുകളിൽ മുന്നേറുകയാണ്. ലാൻഡ് സ്പേസ്, ഐസ്പേസ് പോലുള്ള ബീജിംഗിന്റെ വാണിജ്യ വിക്ഷേപണ കമ്പനികൾ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹന സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേസമയം അതിന്റെ ലോങ് മാർച്ച് പ്രോഗ്രാം പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ സംവിധാനങ്ങളും പര്യവേഷണം ചെയ്യുന്നു. യൂറോപ്പും പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ ഗതാഗതത്തിലേക്ക് നീങ്ങുകയാണ്. വാണിജ്യ വിക്ഷേപണ മേഖലയിൽ യൂറോപ്പിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനായി യൂറോപ്പ് മുന്നോട്ട് വരുന്നു. പുനരുപയോഗിക്കാവുന്ന റോക്കറ്റ് എഞ്ചിൻ സാങ്കേതിക വിദ്യകളിലൂടെയും അടുത്ത തലമുറ വിക്ഷേപണ വാഹന ആശയങ്ങളിലൂടെയും വികസനത്തെ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി പിന്തുണയ്ക്കുന്നു. ഇന്ത്യയും ഈ ദിശയിലേക്ക് നീങ്ങുകയാണ്. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ വിക്ഷേപണ വാഹനമായ വിക്രം 1ന്റെ വിജയകരമായ ആദ്യ ഭ്രമണപഥ പറക്കൽ ഇന്ത്യയുടെ വിക്ഷേപണ ആവാസ വ്യവസ്ഥയുടെ വേഗത്തിലുള്ള വളർച്ചയെ അടിവരയിടുന്നു. അതേസമയം ISROയുടെ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം പ്രോഗ്രാമും നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ വികസനവും പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ ഗതാഗതത്തോടുള്ള രാജ്യത്തിന്റെ ദീർഘകാല പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നു. എന്നാൽ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ സംവിധാനങ്ങൾ ഇന്ത്യക്കൊരു പതിവ് യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് എന്തെല്ലാം സാങ്കേതിക മുന്നേറ്റങ്ങൾ ആവശ്യമാണ്? സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 പോലുള്ള പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ സംവിധാനങ്ങൾ ബൂസ്റ്ററുകൾ പതിവായി വീണ്ടെടുക്കുന്നതിലൂടെ വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെ വിക്ഷേപണ സാമ്പത്തിക ശാസ്ത്രത്തെ മാറ്റിമറിച്ചിട്ടുണ്ടെങ്കിലും റോക്കറ്റുകൾ പതിവായി വീണ്ടെടുക്കുന്നതിനും വേഗത്തിൽ പുതുക്കി പണിയുന്നതിനും വീണ്ടും പറക്കുന്നതിനും മുൻപ് പ്രധാനമായ എഞ്ചിനീയറിംഗ് വെല്ലുവിളികൾ അവശേഷിക്കുന്നു. മുകളിലെ ഘട്ടങ്ങൾ വീണ്ടെടുക്കൽ, അന്തരീക്ഷ പുനഃപ്രവേശനം അതിജീവിക്കൽ, പൂർണ്ണമായും പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ സംവിധാനങ്ങൾ വികസിപ്പിക്കൽ എന്നിവ ഏറ്റവും വലിയ തടസ്സങ്ങൾക്ക് ഒന്നാണ്. അന്തരീക്ഷ പുനഃപ്രവേശനം അതിജീവിക്കൽ, പൂർണ്ണമായും പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ സംവിധാനങ്ങൾ വികസിപ്പിക്കൽ എന്നിവ ഏറ്റവും വലിയ തടസ്സങ്ങളിൽ ഒന്നാണ്. ആദ്യഘട്ടം വീണ്ടെടുക്കൽ പുരോഗമിക്കുമ്പോൾ മുകളിലെ ഘട്ടം പരിക്രമണ വേഗതയിലേക്ക് ത്വരിതപ്പെടുന്നത് തുടരുന്നു. പുനരുപയോഗിക്കാവുന്ന ബൂസ്റ്ററുകൾ കൂടുതൽ പ്രായോഗികമായി തീർന്നിട്ടുണ്ടെങ്കിലും ബഹിരാകാശ പേടകമോ മുകളിലെ ഘട്ടങ്ങളോ വീണ്ടെടുക്കൽ ബഹിരാകാശ യാത്രയിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ എഞ്ചിനീയറിംഗ് ജോലികളിൽ ഒന്നായി തുടരുന്നു. കാരണം അത് തീവ്രമായ റീ എൻട്രി താപോർജ്ജത്തെ അതിജീവിക്കുകയും താപകവചങ്ങൾ വഹിക്കുകയും ലാൻഡിങ്ങിനായി ഇന്ധനം കരുതി വയ്ക്കുകയും വേണമെന്നും ബംഗളൂരുവിലെ സ്പേസ് ടെക് ഫൗണ്ടേഷന്റെ സെന്റർ ഓഫ് എക്സലൻസ് ഡയറക്ടർ DS ഗോവിന്ദരാജൻ വ്യക്തമാക്കി. ഉയർന്ന പ്രകടനമുള്ള പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങളിലും അൾട്രാ ലൈറ്റ് വെയ്റ്റ് വാഹന ഘടനകളിലും വലിയ പുരോഗതി കൈവരിക്കുന്നത് വരെ സിംഗിൾ സ്റ്റേജ് ടു ഓർബിറ്റ് ഒരു വിദൂര ലക്ഷ്യമായി തുടരുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു.
2026 ജൂണിൽ ISRO അതിന്റെ വികസന പരിപാടിയുടെ ഭാഗമായി ഒരു ഉയർന്ന ത്രസ്റ്റ് ഹോട്ട് ടെസ്റ്റുകൾ വിജയകരമായി നടത്തി. സോളിഡ് ബൂസ്റ്ററുകൾ, സംഭരിക്കാവുന്ന ദ്രാവക കോർ, ക്രയോജനിക് അപ്പർ സ്റ്റേജ് എന്നിവ ഉപയോഗിക്കുന്ന നിലവിലെ LVM-3യിൽ നിന്ന് വ്യത്യസ്തമായി. സെമി ക്രയോജനിക് എഞ്ചിൻ ഭാവിയിലെ പുനരുപയോഗിക്കാവുന്ന ബൂസ്റ്ററുകൾക്ക് അടിത്തറപ്പാകുന്നതിനൊപ്പം കൂടുതൽ ത്രസ്റ്റും പ്രകടനവും നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയുടെ അടുത്ത തലമുറ ലോഞ്ച് സിസ്റ്റങ്ങളിലെ പ്രധാന വികസനങ്ങൾ: സെമി ക്രയോജനിക് എഞ്ചിൻ. ISRO പരീക്ഷിച്ച ഉയർന്ന ത്രസ്റ്റ് എഞ്ചിൻ പ്രകടനം മെച്ചപ്പെടുത്തുമെന്നും പുനരുപയോഗിക്കാവുന്ന ബൂസ്റ്ററുകൾ പ്രാപ്തമാക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്ഗ്രേഡ് ചെയ്ത LVM-3. ഭാവിയിലെ ചാന്ദ്ര ബഹിരാകാശ നിലയ ദൗത്യങ്ങൾക്കായി ഭാരമേറിയ ക്രൂ മൊഡ്യൂളുകളും വലിയ പെലോഡുകളും വഹിക്കാൻ കഴിയും. ലിക്വിഡ് ഓക്സിജൻ മിഥേൻ പ്രൊപ്പൽഷൻ. NGLVയ്ക്കും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതൽ ശുദ്ധമായ ജ്വലനം വാഗ്ദാനം ചെയ്യുന്നു. പുനരുപയോഗിക്കാവുന്ന റോക്കറ്റുകൾക്ക് ഇത് വളരെ അനുയോജ്യമാണ്. NGLV ലിക്വിഡ് ഓക്സിജനിലേക്ക് 30 ടൺ വരെ ഭാരം വഹിക്കാൻ കഴിയുന്ന ഭാഗികമായി പുനരുപയോഗിക്കാവുന്ന ഒരു ലോഞ്ചറായാണ് ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പുനരുപയോഗ ലക്ഷ്യം വിജയകരമായ ലാൻഡിംഗ് മാത്രമല്ല, കുറഞ്ഞ നവീകരണത്തോടെയുള്ള വേഗത്തിലുള്ളതും കുറഞ്ഞ ചെലവിലുള്ളതുമായ ബൂസ്റ്റർ പുനരുപയോഗത്തെയാണ് വിജയം ആശ്രയിച്ചിരിക്കുന്നത്. പുനരുപയോഗിക്കാവുന്ന റോക്കറ്റ് സാങ്കേതികവിദ്യ ബഹിരാകാശ യാത്രയുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാനുള്ള ശേഷിയുള്ള മുന്നേറ്റമാണ്. ഫാൽക്കൺ 9 പോലുള്ള സംവിധാനങ്ങളിലൂടെ ആരംഭിച്ച ഈ മാറ്റം സ്റ്റാർഷിപ്പിന് പോലുള്ള പദ്ധതികളിലൂടെ കൂടുതൽ വലിയ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. ചെലവ് കുറച്ച് കൂടുതൽ ദൗത്യങ്ങൾ സാധ്യമാക്കുന്ന ഈ സാങ്കേതിക വിപ്ലവം മനുഷ്യന്റെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് പുതിയ വഴികൾ തുറക്കുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ ദൂരങ്ങളിലേക്ക് എത്താനുള്ള മത്സരത്തിൽ പുനരുപയോഗിക്കാവുന്ന റോക്കറ്റുകൾ നിർണായക പങ്ക് വഹിക്കുമെന്നത് വ്യക്തമാണ്.